സ്വപ്നം കാണാൻ നികുതി കൊടുക്കേണ്ടതില്ല എന്ന് ഉറക്കെ പറഞ്ഞ ആളാണ് ധീരുഭായ് അംബാനി. സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കി വിജയം കൈവരിക്കുകയും ചെയ്തു അംബാനി ജീവിതത്തിൽ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലപ്പോഴും പതറിപ്പോകുന്നവരാണ് നമ്മൾ പല ആളുകളും. എന്നാൽ വീൽ ചെയറിൽ ഇരുന്ന് തൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ച ഒരാളെ ഞാൻ പരിചയപ്പെടുന്നു. തൊടുപുഴയിലെ കരിമണ്ണൂരിലുള്ള ഒരാൾ. അവിടെ ഷംസിയ ഫാത്തിമ നമ്മളെ കാത്തിരിക്കുന്നു. ശാരീരിക വെല്ലുവിളികളെ മനോബലം കൊണ്ട് അതിജീവിച്ച 38-കാരി തൊടുപുഴ കരിമണ്ണൂർ സ്വദേശി ഷംസിയ ഫാത്തിമ മൊയ്തി. വീൽ ചെയറിലിരുന്ന് എംകോമും ഡിപ്ലോമയും ഉൾപ്പെടെ പറ്റുന്നതെല്ലാം പഠിച്ചു. നല്ലൊരു ജോലി, അതായിരുന്നു സ്വപ്നം. ഒരു ഓഫീസിൻ്റെ ഉള്ളിലിരുന്ന് ഫയൽ പോയി എടുക്കുക, അല്ലെങ്കിൽ നടന്നൊരാൾ ചെയ്യുന്ന കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ അവസ്ഥ കൊണ്ട് അത് തരാൻ പറ്റില്ല. ചിലർക്ക് നല്ല വിഷമമൊക്കെ ആയിട്ടാണ് പറയുന്നത് നമ്മൾ ഇത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ. പക്ഷേ എല്ലായിടത്തും പോയിട്ട് ഈ സെയിം കാര്യം തന്നെയാകുമ്പോൾ ലാസ്റ്റ് പിന്നെ ഞാൻ ഇൻ്റർവ്യൂവിനൊന്നും പോവാതെയായി. ഷംസിയയ്ക്ക് പറയാനുള്ളത് അതിജീവനത്തിന്റെ കഥയാണ്. വീൽ ചെയറിലിരുന്ന് കൊച്ചിയിലെ IVBM എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയിലേക്ക് എത്തിയതിന്റെ കഥ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവരുടെ ഒരു ഓഫർ ഇൻസ്റ്റഗ്രാം വഴി കണ്ടത്. അങ്ങനെ സാറ് എന്നെ കോണ്ടാക്ട് ചെയ്ത് CV അയച്ച് അവർ വീട്ടിൽ വന്നു. അപ്പോൾ അന്ന് കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ ഞാനും വിചാരിച്ച് കിട്ടില്ലായിരിക്കും, അവിടെയും കൂളായിട്ട് തന്നെ ഇരുന്നത്. സംസാരിച്ചെല്ലാം കഴിഞ്ഞ് സാറ് ഓഫർ ലെറ്റർ എഴുതി തന്നപ്പോൾ ശരിക്കും ഇതായിപ്പോയി. യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ച് ഷംസിയയ്ക്ക് വർക്ക് ഫ്രം ഹോം നൽകിയിരിക്കുകയാണ് കമ്പനി. ഓഫീസിലും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. റിട്ടയർഡ് BSN ഉദ്യോഗസ്ഥൻ മൊയ്തീന്റെയും അധ്യാപികയായ സാറാമ്മാളിന്റെയും മകളാണ്. സഹോദരി ഷെഹനയ്ക്കൊപ്പമുള്ള യാത്രകൾ, ആഭരണ നിർമ്മാണം, പെയിന്റിംഗ്, ഇങ്ങനെ പോകുന്നു ഷംസിയയുടെ സന്തോഷങ്ങൾ. തൊടുപുഴ. ആദം മുഹമ്മദ് പറയുന്നു, നാളെ എൻ്റെ മകളുടെ കല്യാണമാണ്, വരുന്നുണ്ടോ, സദ്യ തരാമെന്ന് പറയുന്നു. എന്തായാലും കല്യാണം നന്നായി നടക്കട്ടെ. സദ്യ കഴിച്ചതായി താങ്കൾ കൂട്ടിക്കോളൂ. എല്ലാവിധമായ ആശംസകളും.